ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു തമിഴകത്തെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ട് ദളപതി വിജയ് തന്റെ രാഷ്ട്രീയ അരങ്ങേറ്റം പ്രഖ്യാപിച്ചത്. തമിഴക വെട്രി കഴകമെന്ന് പേരിട്ട പാർട്ടി ലക്ഷ്യം വെക്കുന്നത് 2026 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പാണെന്ന് പാർട്ടി പ്രഖ്യാപനത്തിനോടൊപ്പം തന്നെ വിജയ് വ്യക്തമാക്കിയിരുന്നു. അതിന്റെ ഭാഗമായി ഘട്ടം ഘട്ടമായാണ് തമിഴക വെട്രി കഴകത്തിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. അതേസമയം തന്നെ ഔദ്യോഗികമായി പാർട്ടി പ്രഖ്യാപനം വന്നതിന് ശേഷം സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടുന്നതിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലും വിജയും പാർട്ടിയും ഒട്ടും പിന്നിലല്ല. ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയക്കവുമായി ചേർന്ന് കഴിഞ്ഞ കുറച്ചു കാലമായി വിജയ് നടത്തിക്കൊണ്ടിരുന്ന സാമൂഹിക പ്രവർത്തനങ്ങൾ കാലക്രമേണ പാർട്ടി രൂപീകരണത്തിലേക്ക് എത്തുകയായിരുന്നു. തമിഴ്നാട്ടിലുടനീളം ആൾബലമുള്ള സംഘടനയാണ് വിജയ് ആരാധക സംഘമായ വിജയ് മക്കൾ ഇയക്കം. തമിഴ്നാട്ടിലെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലെയും വിജയ് മക്കൾ ഇയക്കം ഭാരവാഹികളുമായി കഴിഞ്ഞ വർഷം ചെന്നൈയിൽ വിജയ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടാതെ പഠനത്തിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയും സഹായിക്കുകയും ചെയ്തിരുന്നു വിജയ്. തനിക്ക് രാഷ്ട്രീയം ടൈം പാസ് അല്ലെന്ന് പറഞ്ഞ വിജയ് സിനിമ വിട്ട് പൂർണ്ണമായി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഇറങ്ങുമെന്നും കരാർ എഴുതിയ സിനിമകൾ പൂർത്തിയാക്കുമെന്നും അന്ന് അറിയിച്ചിരുന്നു. ഇപ്പോഴിതാ തമിഴക വെട്രി കഴകം അവരുടെ രാഷ്ട്രീയ യാത്രയിലെ നിർണായക നാഴികക്കല്ല് പിന്നിട്ടിരിക്കുന്നു. ഏറെ നാളായി അണികളും ആരാധകരും ഒരേപോലെ കാത്തിരുന്ന തമിഴക വെട്രി കഴകത്തിന്റെ പതാക പുറത്തിറക്കിയിരിക്കുന്നു. ചെന്നൈ പനയൂരിലുള്ള പാർട്ടി ആസ്ഥാനത്ത് ഇന്ന് നടന്ന ചടങ്ങിലാണ് വിജയ് തന്റെ പാർട്ടി പതാക പുറത്തിറക്കിയത്. ചുവപ്പും മഞ്ഞയുമാണ് തമിഴക വെട്രി കഴകത്തിന്റെ പതാകയുടെ നിറം. വാഗപ്പൂവിന് ഇരുവശത്തുമായി 2 ആനകൾ നിൽക്കുന്ന ചിഹ്നവും പതാകയിലുണ്ട്. 30 അടിയിലധികം ഉയരമുള്ള കൊടിമരത്തിൽ വിജയ് പാർട്ടി പതാക ഉയർത്തി. ഇതോടെ സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ് ദളപതി വിജയ്. എപ്പോഴത്തെയും പോലെ സമത്വം എന്ന വാക്ക് തന്നെയാണ് പതാക പുറത്തിറക്കിയ ചടങ്ങിലും വിജയ് ഉയർത്തിപ്പിടിച്ചത്. ജാതിയുടെയും മതത്തിന്റെയും ലിംഗത്തിന്റെയും പേരിലുള്ള വ്യത്യാസങ്ങൾ താൻ ഇല്ലാതാക്കുമെന്നാണ് വിജയ് മുന്നോട്ട് വെച്ച പ്രതിജ്ഞ. കൂടാതെ ഈ പതാക പാർട്ടിയുടെയും തമിഴ്നാടിന്റെയും അടയാളമായി മാറുമെന്നും വിജയ് കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടിരുന്നു. പനയൂരിലുള്ള പാർട്ടി ആസ്ഥാനത്ത് വ്യാഴാഴ്ച രാവിലെ നടന്ന ചടങ്ങിലാണ് വിജയ് പതാക പുറത്തിറക്കിയത്. അടുത്ത മാസം പൊതുസമ്മേളനം നടത്തി സജീവ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കാൻ ഒരുങ്ങുന്ന വിജയ് അതിന് മുന്നോടിയായാണ് പാർട്ടി പതാക പുറത്തിറക്കിയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ഉടനീളമുള്ള പാർട്ടി ഭാരവാഹികളും കേരളം, പുതുച്ചേരി, കർണാടക തുടങ്ങി ഇതര സംസ്ഥാനങ്ങളിലെ നേതാക്കളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രമാണ് പതാക പുറത്തിറക്കുന്ന ചടങ്ങിൽ പങ്കെടുത്തത്. പതാക പുറത്തുവിടുന്നതിനോടൊപ്പം തന്നെ പതാക ഗാനവും ടിവിക്ക് പുറത്തുവിട്ടു. പ്രശസ്ത സംഗീത സംവിധായകൻ S. തമനാണ് പതാക ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത്. വരികൾ എഴുതിയത് V. വിവേക്. നമ്മുടെ രാജ്യത്തിന്റെ വിമോചനത്തിനായി ജീവൻ ബലിയർപ്പിച്ച പോരാളികളെയും തമിഴ് മണ്ണിലെ നമ്മുടെ ജനങ്ങളുടെ അവകാശങ്ങൾക്കായി അക്ഷീണം പോരാടിയ എണ്ണമറ്റ സൈനികരെയും ഞങ്ങൾ എപ്പോഴും അഭിനന്ദിക്കും. ജാതിയുടെയും മതത്തിന്റെയും ലിംഗത്തിന്റെയും പേരിലുള്ള വ്യത്യാസങ്ങൾ ഞാൻ ഇല്ലാതാക്കും. ജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കാനും എല്ലാവർക്കും തുല്യ അവസരങ്ങൾക്കും തുല്യ അവകാശങ്ങൾക്കും വേണ്ടി പരിശ്രമിക്കും. എല്ലാ ജീവജാലങ്ങൾക്കും തുല്യത എന്ന തത്വം ഞാൻ ഉയർത്തിപ്പിടിക്കുമെന്ന് ആത്മാർത്ഥമായി പ്രതിജ്ഞ ചെയ്യുന്നു. ഇതായിരുന്നു പാർട്ടിയുടെ പ്രതിജ്ഞ. ചടങ്ങിൽ പങ്കെടുത്ത പ്രതിനിധികളെല്ലാം പാർട്ടി പ്രതിജ്ഞ ചൊല്ലി. അതേസമയം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് പാർട്ടി ലക്ഷ്യം വെക്കുന്നതെങ്കിലും TVKയുടെ ബാനറിൽ മത്സരിക്കാൻ താരത്തിന് പദ്ധതിയുണ്ടോ എന്ന കാര്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. വെങ്കട് പ്രഭുവിന്റെ സംവിധാനത്തിലെത്തുന്ന ഗോട്ടാണ് റിലീസിനൊരുങ്ങുന്ന വിജയ് ചിത്രം. സെപ്റ്റംബർ 5-നാണ് ചിത്രം റിലീസിനെത്തുന്നത്.